കണക്കുകളെയും പ്രപഞ്ചത്തിന്റെ കണക്കുകൂട്ടലുകളെയും കീറിമുറിച്ചവനാണ് ക്രിസ്തു. യേശുവിന്റെ ജനനവും ജീവിതവും വെറും ഇതിഹാസമാണ് എന്ന് എഴുതിത്തള്ളാനാവുകയില്ല. യേശു എന്ന്, എവിടെ, ആരിൽ നിന്ന്, ഏത് വംശത്തിൽ എങ്ങനെ ജനിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശുവിന്റെ ജനനത്തോടുകൂടി ഈ പ്രവചനങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതാനും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന ഏശയ്യാ പ്രവാചകന്റെ പ്രവചനം കന്യകയിലൂടെ ജന്മമെടുത്തതുവഴി അവിടുന്ന് പൂർത്തിയാക്കി. ബെത്ലഹേം എഫ്രാത്ത, നീ യൂദാ ഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നാണ് പുറപ്പെടുക എന്ന് മിക്കാ പ്രവാചകൻ പ്രവചിച്ചു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ തന്നെയാണ് ഉണ്ണിയേശു ജനിച്ചതും. ഇങ്ങനെ ജെറമിയ പ്രവാചകനും ഹോസിയ പ്രവാചകനും സങ്കീർത്തകനായ ദാവീദുമൊക്കെ കാലങ്ങൾക്കപ്പുറം ജനിക്കാനിരിക്കുന്ന ദിവ്യശിശുവിന്റെ വിശേഷണങ്ങൾ വാഴ്ത്തിപ്പാടി. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി പാതിരാവിൽ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ സ്മരണകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ക്രിസ്മസ് ഒരിക്കൽ കൂടി വന്നെടുക്കുമ്പോൾ രക്ഷകനെ സ്വീകരിക്കുവാനും രക്ഷ സ്വന്തമാക്കുവാനും ഭാഗ്യം ലഭിച്ചതിൽ നമുക്ക് ആനന്ദിക്കാം.